ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പി.കെ. ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി. സൈബർ ഓപ്പറേഷൻസ് ഐ.ജി. പി. പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നമ്മുടെ മുന്നിൽ 40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രമുള്ള ഒരു വനിതാ നേതാവ് നിന്നു വിതുമ്പുന്നത് നമുക്ക് ഇന്നലെ കാണേണ്ടി വന്നു. അതിന് കാരണക്കാരായ ആളുകൾ സ്വാഭാവികമായും നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട്. കർശനമായ നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാധു, പി.കെ. ശ്രീമതിയുടെ പരാതിയിലാണിപ്പോൾ പോലീസ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. സൈബർ ഓപ്പറേഷൻസ് ഐ.ജി. പി. പ്രകാശിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഒന്നിൽ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളടക്കമാണ് ജനൻ ടി.വി. ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തത്. പി.കെ. ശ്രീമതി മറ്റൊരു എം.എൽ.എയുടെ ഭാര്യ എന്ന വ്യാജേനെ പെൻഷൻ കൈപ്പറ്റുന്നു എന്നതായിരുന്നു വാർത്ത. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിശദീകരിക്കുകയുണ്ടായി. മാത്രവുമല്ല, ആ പെൻഷൻ കൈപ്പറ്റുന്നത് എം.എൽ.എയുടെ യഥാർത്ഥ ഭാര്യയാണെന്ന് അവരുടെ മകനും വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെയുണ്ടായ മാനഹാനി സംബന്ധിച്ചാണ് കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി പി.കെ. ശ്രീമതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രി പരാതി പരിശോധിച്ച് കടുത്ത നടപടി തന്നെ വേണം എന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് പരാതി കിട്ടിയ ഉടൻ തന്നെ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിടുകയും ചെയ്ത. പി. പ്രകാശിന്റെ നേതൃത്വത്തിൽ സൈബർ സംഘം തന്നെ വിശദമായി അന്വേഷിക്കും. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കർശനമായ നിർദ്ദേശം സർക്കാർ നൽകിക്കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പി.കെ. ശ്രീമതിയുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം.